ഹലോ, ഇന്നെന്റെ വീട്ടിക്ക് സർപ്രൈസ് ആയിട്ട് രണ്ടാൾക്കാർ വന്ന ആരാണ് ഗായ്സ്? സഫു ഷെറിയാണ് കേട്ടോ. ഇവര് പെടക്കെടുക്ക് സർപ്രൈസ് ആയിട്ട് ഇതുപോലെ കയറി വരാറുണ്ട്. നമ്മൾ നല്ല കമ്പനിയാണ്, നമ്മൾ ഒരു നാട്ടുകാരാണെന്ന് ഇപ്പൊ അടുത്താണ് അറിയുന്നത്. ഓൾറെഡി നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലും കൂടെ വന്നപ്പോൾ ഓൽക്ക് ലക്ക് അടിച്ചു ഗായ്സ്. നമ്മൾ എല്ലാരും കൂടെ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണി ചെമ്പോട് കൂടി നമ്മൾ നേരെ താത്താന്റെ വീട്ടിലേക്ക് പോയിട്ട് ഓളെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാന്ന് വിചാരിച്ച് ഇതാണ് ആ ബിരിയാണി ചെമ്പ്. ദിലു ഓളെ വീട്ടിൽ ഒറ്റക്കാണ്, അപ്പൊ പിന്നെ ഓളയും കൂടി കൂട്ടാലോ, എല്ലാരും കൂടെ വന്നതല്ലേ വിചാരിച്ചിട്ട് ഓളെ വീട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവർ ആദ്യമായിട്ടാണ് കേട്ടോ ദിലുവിന്റെ വീട്ടിക്ക് വരുന്നത്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഞങ്ങള്. കാരണം എന്താ വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പ്രോഗ്രാമിന് പോയപ്പോ കമ്പനി ആയതാണ്. ഇപ്പൊ ഭയങ്കര വൈബാണ് ഞങ്ങൾ തമ്മില്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു ഫാമിലി പോലാണ് കേട്ടോ. ഇതില് ഞങ്ങൾക്ക് വന്നപ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, ടാങ്ക് കലക്കിയത്. പിന്നെ ഓളമ്മമ്മ ഉണ്ട്, അമ്മമാനെ പോയി സഫു ഷെറി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബു ഇവിടെ ഇല്ല കേട്ടോ. എന്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് ആള് ഡയറ്റിലാണ്. തടിയൊക്കെ കുറച്ച് സുന്ദര കുട്ടപ്പനാവാൻ വേണ്ടിയിട്ട് ജിമ്മിനൊക്കെ പോലെ തുടങ്ങിയിരിക്കണേ. നിങ്ങൾ എത്തിന്ന് അറിഞ്ഞപ്പോ ഓടിച്ചാടി വന്നതാണ് കേട്ടോ. പാവടാ. നമ്മള് പിന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാബുവിന് ബിരിയാണി തിന്നാൻ കഴിയില്ല. ബാബുവിന് ഇതിലുള്ള കുറച്ച് ചിക്കൻ മാത്രം വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓലൊക്കെ ഇതാ ഫുഡ് കഴിക്കാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് വീട്ടിൽ പോവാണ്.